ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മച്ചൂസ് പ്ലാനറ്റ്. അപ്പോൾ ഇന്ന് ഒരു ലോട്ടസ് റിപ്പോർട്ടിംഗ് വീഡിയോ ആണ്. കണ്ടില്ലേ, എൻ്റെ ഒരു അമേരിക്ക അമേലിയ എന്ന് പറയുന്ന വെറൈറ്റി ലോട്ടസ് ആണ്. അപ്പോൾ ഇലയൊക്കെ കരിഞ്ഞുണങ്ങി പുതിയ മുളയൊന്നും വരുന്നില്ല. ഇതുപോലെ ഒരു ബട്ടൺ ലീഫൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇത് ഡോർമസിയിലാണ്. ഇപ്പം ഡോർമസിയുടെ സമയമാണ്. ഇപ്പോൾ താമര പൂക്കളൊക്കെ തരുന്നത് കുറവാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഡോർമസി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് ഇതൊന്ന് ഇളക്കി ഒന്ന് ട്യൂബറൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പൂത്ത് നിൽക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ പോട്ട് തന്നെയാണ്, ഈ സെയിം പ്ലാന്റ് തന്നെയാണ്. കണ്ടില്ലേ, നിറച്ച് പൂവുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ് ഈ അമേരിക്ക അമേലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതെടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പം താമര വളർത്താൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ ഞങ്ങൾക്ക് സ്ഥലമില്ല, അല്ലെങ്കിൽ കെയറിങ് ഒന്നും അറിയില്ല, ബിഗിനറാണെന്നുള്ളവർക്ക് പറ്റിയ വെറൈറ്റിയാണ് ഈ അമേരിക്ക അമേലിയ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ചെടിച്ചട്ടി പോലും വളർന്ന് ഇഷ്ടം പോലെ പൂ തരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇപ്പം ഞാൻ ഇതിനകത്ത് കുറേ അസോളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അസോള നമ്മളെ കോഴിക്കും ആടിനൊക്കെ കൊടുക്കും. കോഴിയൊക്കെ ഇഷ്ടം പോലെ വന്ന് തിന്നുന്നതാണ്. അപ്പോൾ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ അസോളയൊക്കെ എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് കോഴിക്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ കുറച്ച് കാലമായിട്ടുള്ളൂ കേട്ടോ നട്ടിട്ട്, ഒത്തിരി നാളൊന്നും ആയിട്ടില്ല. ഒരു 5 മാസത്തിന് താഴെയൊക്കെ ആയിട്ടുള്ളൂ. 5 മാസം പോലും ആയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒരുപാട് ട്യൂബറൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൂടാതെ ചെറിയൊരു പോട്ടുമാണ്. പക്ഷേ ഡോർമസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല കേട്ടോ. ട്യൂബർ ഒരുപാട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിത് റീപോർട്ട് ചെയ്താലേ ഈ ചെടി വീണ്ടും നല്ലതായിട്ട് കിളിച്ച് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ഒരുപാട് ട്യൂബറൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പം ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആദ്യം സൈഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒരിക്കലും ഗ്ലൗസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ധൃതി കൊണ്ടങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കൈ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പരിപാടി ചെയ്യരുത്. ഗ്ലൗസൊക്കെ ഇട്ട് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. അത് ഞാൻ വീണ്ടും പറയുകയാണേ. അപ്പം ഇങ്ങനെ സൈഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ പോട്ട് അങ്ങനെ ഒരു ചാക്കിലോട്ടോ എല്ലാം കമത്തി കൊടുത്താൽ മതി. ഞാനൊരു ചാക്കെടുത്ത് വെച്ച് ഇപ്പോൾ ഇങ്ങനെ കമത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച കണക്ക് തന്നെ ഒരുപാടൊന്നുമില്ല, ഒരു ട്യൂബറേ കാണുന്നുള്ളൂ. നമുക്ക് നോക്കാം. കുറച്ച് ഹാർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ പൊട്ടിയൊന്നും പോകത്തില്ല. അപ്പോൾ കുറച്ച് സേഫായിട്ട് ഹാൻഡിൽ ചെയ്ത് എടുക്കുക. ഇതെന്തോ റണ്ണർ പോലെയൊക്കെ ഉണ്ട്. അപ്പം ഫുള്ളൊന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ നല്ലൊരു ട്യൂബറുണ്ട് കേട്ടോ, ഞാൻ അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരെണ്ണം കിട്ടിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാം, കുറച്ച് നാളേ ആയിട്ടുള്ളൂ, ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. കുറച്ച് നാളേ ആയിട്ടുള്ളൂ. പക്ഷേ ആ കുറച്ച് നാൾ കൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൂവ് കിട്ടിയായിരുന്നു. നമ്മൾ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ സെയിം പ്ലാന്റ് തന്നെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് തന്നെ 5-6 പൂവൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മൊട്ടുകളും പൂക്കളും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 5-6 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ സെയിം പ്ലാന്റിൽ നിന്ന്. അപ്പം ഇത് ചെറിയ സെമി ട്യൂബർ അല്ലെങ്കിൽ റണ്ണർ പോലത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല അടിപൊളി ഒരു ട്യൂബറാണ് കേട്ടോ, വലിയൊരു ട്യൂബറാണ്. അപ്പം ഇത് തന്നെ ഞാൻ ഈ പോട്ടിൽ നടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ചെറിയ ഞാൻ പറഞ്ഞ പോലെ സെമി ട്യൂബർ അല്ലെങ്കിൽ റണ്ണർ പോണക്കൊക്കെയുള്ള വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരെണ്ണവും പിന്നെ 2 വീതമുള്ള ചെറിയ 2 ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വലുത് ഇതേ സെയിം പോട്ടി വെച്ചിട്ട് മറ്റേ 2 ചെടിച്ചട്ടിക്കകത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് 3 പ്ലാന്റ് ആവും. ഇതെപ്പോഴും പൂവുണ്ടാകുന്ന സൈസാണ്. നമുക്ക് നല്ല ഭംഗിയാണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ താമര കൃഷിയിലോട്ടൊന്നും അല്ലെങ്കിൽ താമര വളർത്താൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്ക മേൽ ധൈര്യമായിട്ട് മേടിച്ചു കേട്ടോ. എന്തായാലും ഒരു 1.5-2 മാസത്തിനകം പൂവ് അതിനകത്ത് വന്നിരിക്കും. അപ്പോൾ ഞാൻ സെയിം പോട്ട് എടുത്തിട്ട് ആ ചേറ് തന്നെ കുറച്ചിട്ടിട്ട് ബാക്കി എക്സ്ട്രാ അല്ലാതെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ വളമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു വളവും യൂസ് ചെയ്യാറില്ല. നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്, ഫുള്ള് അളിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം വളമൊന്നും ചെയ്യുന്നില്ല, മണ്ണ് മാത്രം. മണ്ണും ചേറും ഉണ്ട്, രണ്ടും പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടയൊക്കെ ഒന്ന് പൊടിച്ച് എന്തെങ്കിലും കമ്പും കല്ലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് നല്ല പൊടിയായിട്ടുള്ള മണ്ണ് മാത്രം ആക്കിയിട്ട്
വേണമെങ്കിൽ നമുക്ക് ഒരു കമ്പൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കണ്ട ഇതുപോലെ കമ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ജസ്റ്റ് മണ്ണിൻ്റെ സർഫസിൽ മാത്രം വെള്ളം കിടന്നാൽ മതി. പിന്നെ മുളയൊക്കെ വന്ന് ഒരിലയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ട്യൂബർ എടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് അസോള ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണലൊക്കെ ആയിട്ടിരുന്നോട്ടെ. എന്നിട്ട് ഇത് ആദ്യത്തെ ഒരാഴ്ച ഒരില വരുന്ന ഫസ്റ്റ് ഒരു ഇല മുകളിലോട്ട് വരുന്നവരെ തണലത്ത് വെക്കണേ. അത് കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെക്കണം. പെട്ടെന്ന് ബഡ് വരും. ഓരോ ലീഫിൻ്റെ കൂടെയും ബഡ് വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.